ഒരു പച്ചക്കായയും ഒരു തക്കാളിയും വെച്ച് നമുക്കൊരു അടിപൊളി കറി ഉണ്ടാക്കിയാലോ? അതും വളരെ എളുപ്പത്തിൽ. പച്ചക്കായയുടെ തൊലിയെല്ലാം കളഞ്ഞ് നാലാക്കി മുറിച്ച് കഴുകി മാറ്റി വയ്ക്കാം. ഒരു തക്കാളി എടുത്ത് കനം കുറച്ച് അരിഞ്ഞ് അതും മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടി എടുത്ത് നമ്മൾ മുറിച്ച് മാറ്റി വെച്ച പച്ചക്കായയും തക്കാളിയും ഒരു പച്ചമുളകും ചേർത്ത് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ഗ്ലാസ് വെള്ളം, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഇവയെല്ലാം നല്ലതുപോലെ യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. നാളികേരത്തിലേക്ക് 2 ചെറിയ ഉള്ളിയും 1 വെളുത്തുള്ളിയും ആണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഇനി കുറച്ച് നല്ല ജീരകവും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇനി പച്ചക്കായ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് ഒരു തിളച്ച് വരുമ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തത് ചേർക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്ത് ഇത് കറിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ പച്ചക്കായ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. വേണമെങ്കിൽ ഒരു അച്ചാറും ആവേ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.